നമ്മളിന്ന് ഒരു സ്പെഷ്യൽ വണ്ടിയായിട്ട് ഒരു സ്പെഷ്യൽ പ്ലേസിലാണ് വന്നിരിക്കുന്നത്. പെരുമ്പാവൂർ അടുത്തുള്ള തട്ടേക്കാട് ഒരു മൈതാനിയിലാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, ഒരു ലൊക്കേഷനാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡസ്റ്റർ. ഇന്ത്യയിലെ ഹോട്ടസ്റ്റ് സെഗ്മെൻറ്റ് ഏതാണ്? മിഡ് സൈസ് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റ്. വേ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് 14 വർഷങ്ങൾക്ക് മുമ്പ് റിനോ ഡസ്റ്റർ ലോഞ്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ തുടക്കം കുറിച്ചത്. പക്ഷേ 14 വർഷങ്ങൾക്ക് ശേഷം 2026 അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് റിനോ വന്നിരിക്കുകയാണ്. സോ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഇറ്റ് ഡ്രൈവ്സ്. വിതൗട്ട് മച്ച് അഡ്യൂ ആൻഡ് സസ്പെൻസ്, ലെറ്റ് മി ടെൽ യു, ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഒരു ഹെവി മസ്കുലാർ ലുക്കാണ് ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു പെക്യുലാരിറ്റി ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു മോഡൽ ഇറങ്ങിയപ്പോൾ ആ ഒരു ഹെവി മസ്കുലാരിറ്റി അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇൻ എ മോഡേൺ ബ്യൂട്ടിഫുൾ വേ. അതിന് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് വരുന്നത് ഈ ഒരു സ്ലീക്കർ ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ്. ടോപ്പ് എൻഡ്സിലാണ് LED വരുന്നത്, ലോവർ വേരിയൻസിൽ അത് ഹാലജൻ ബൾബ്സ് ആണ്. പിന്നെ ഡസ്റ്ററിൻ്റെ ഒരു ലെഗസി കാരണം അവർ ഫ്രണ്ടിൽ റിനോയുടെ ലോഗോ പോലും കൊടുത്തിട്ടില്ല, അതിന് പകരം ഡസ്റ്ററാണ്. അതിൽ ഈ ഒരു ലോഞ്ച് എഡിഷൻ മോഡലിൽ വരുമ്പോൾ ഇവിടെ ഒരു നിയോൺ ഗ്രീൻ ലൈറ്റ്സ് ഒക്കെ, ഒരു നിയോൺ ഗ്രീൻ കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അതും വളരെ ബ്യൂട്ടിഫുൾ ആണ്. എയർ ഇൻടേക്സ്, ഫങ്ഷണൽ ആയിട്ടുള്ള എയർ ഇൻടേക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബമ്പർ പോർഷൻസും അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള എയർ ഡാംസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും നമ്മൾ മേളിൽ വരുമ്പോൾ ഇവിടെ ഒരു പവർ ബൾജസ് വരുന്നുണ്ട്. ആ ഒരു പവർ ക്യാരക്ടർ വണ്ടിക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അധികം വണ്ടികളിൽ കാണാത്ത ആണ് ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ആണ്. അത് വളരെ ഒരു പ്രീമിയം ഫീച്ചറാണ്. പിന്നെ അഡാസിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളുമൊക്കെ അവിടെ വരുന്നുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ ഒരു മോഡേൺ ലുക്കാണ്, അതോടൊപ്പം ഫങ്ഷണലുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു വണ്ടിയാണ് ഡസ്റ്റർ. സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ആ ഡയമെൻഷൻസിൽ പഴയ ഡസ്റ്ററുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു 4340 mm ലെങ്ത് വരുന്നത്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് 2026 ഇറങ്ങിയ മോഡൽസ്, അതായത് നമ്മുടെ സെൽറ്റോസ്, സിയറയിലൊക്കെ ഡയമെൻഷൻസ് കുറച്ചുകൂടി ബിഗറാണ് ലെങ്ത് വൈസ്. പക്ഷേ ഇതൊരു സ്വീറ്റ് സ്പോട്ടാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു ലെങ്ത് ആണ് ഈ ഒരു സെഗ്മെന്റിൽ ഇഷ്ടമുള്ളത്. ആൻഡ് അപ്പോൾ അവർ ആ ഒരു സെയിം ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 212 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്, ബിഗ്ഗസ്റ്റ് ഇൻ ദ സെഗ്മെന്റ്. ആൻഡ് ഹൈറ്റും അതുപോലെ. ഇന്ത്യക്ക് വേണ്ടി റിനോ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു, RGMP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത സൺറൂഫ് കൊണ്ടുവരാൻ വേണ്ടി ഹൈറ്റ് 40 mm ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ മാത്രമാണ്, ഗ്ലോബലി കിട്ടുന്ന വണ്ടിയേക്കാളിലും 40 mm ഹൈറ്റ് കൂടുതൽ. അപ്പം അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫംഗ്ഷൻ ആയിട്ടുള്ള 50 kg ലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന മോഡലും ഉണ്ടായിരുന്നു, ഡസ്റ്ററിൻ്റെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ലോഞ്ച് എഡിഷനിൽ മാത്രമേ ഉള്ളൂ ആ സ്റ്റിക്കർ കിട്ടുന്നത്. പിന്നീട് വരുമ്പോൾ 18 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു ടോപ്പ് എൻഡിൽ വരുന്നത്. ഏറ്റവും ബേസ് വേരിയൻറ്റിലൊക്കെ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. അലോയ് അല്ല, സ്റ്റീൽ വീൽസ് ഒക്കെയാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലോട്ട് കയറുന്ന ഡോർ ഹാൻഡിൽസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്കൂപ്പ് അപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് വരണ്ട എന്നുള്ള ഇത് കൊണ്ടിട്ടായിരിക്കും. അത് ചിലവർക്ക് അതൊരു ഇഷ്ടക്കേടുണ്ടായിരിക്കാം, ചിലവർക്ക് ഓക്കെയാണ്. വേറെ ഫംഗ്ഷൻ വൈസ് ഒന്നും വേറെ വ്യത്യാസമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ 360 ഡിഗ്രിയുടെ ക്യാമറാസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട്, മിററിൽ ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സെൻസേഴ്സ് ആണ്. നമുക്ക് ടോട്ടൽ ഫ്രണ്ടിൽ 6, ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ 6, റിയർ സൈഡിലും 6, അങ്ങനെ ടോട്ടൽ 12 സെൻസേഴ്സ് ആണ്. ഇപ്പോൾ എഡാസിനൊക്കെ ഫീച്ചർ ചെയ്യുന്നത് ക്യാമറാസ് പ്ലസ് സെൻസേഴ്സ് ആണ് ഈ എഡാസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ വൈസ് ആണെങ്കിലും മോഡേണിറ്റിയിലാണെങ്കിലും വളരെ സോർട്ടഡ് ഔട്ടാണ് ഡസ്റ്റർ.
റിയർ പ്രൊഫൈലിൽ വരുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഗ്ലോബൽ മോഡൽസ് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് പോർഷൻസിലെ ലൈറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് വേണ്ടി, നമുക്ക് ഇന്ത്യക്കാർക്ക് കണക്റ്റഡ് ലൈറ്റ്സിനോടുള്ള പ്രത്യേക ഒരു മമത കാരണം റിനോ ഈ ഒരു കണക്റ്റഡ് ലൈറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ റിനോ ലോഗോ വരുന്നത് ഇവിടെയാണ്. ഫ്രണ്ടിൽ ഡസ്റ്ററാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ. ഡസ്റ്ററിന്റെ ലോഗോ സെയിം ഇവിടെയും വരുന്നുണ്ട്. ആ ഒരു നിയോൺ ഗ്രീൻ ബാഡ്ജിങ് ഒക്കെ വരുന്ന ഒരു ഡസ്റ്റർ ലോഗോ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബിറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഒരു ഇച്ചിരി വലിപ്പം കൂടിയിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലത്തെ സെയിം ആ ഒരു ഗ്രൂവ് ഡിസൈൻ വരുന്ന ബമ്പർ ഏരിയ ആണ് ബാക്ക് എൻഡിൽ വന്നേക്കുന്ന സെൻസേഴ്സും പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ടർബോ 160 എന്ന് പറയുന്ന ബാഡ്ജ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു വൈപ്പേഴ്സ്, റിയർ വൈപ്പേഴ്സ്, വാഷിംഗ്, അതുപോലെ റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിയർ സ്പോയിലർ, ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറാണ്, ഷാർക്ക് ഫിൻ ആൻറ്റിന. ഇതൊക്കെയാണ് ബാക്ക് സൈഡിലെ ഒരു റിയർ എൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റിക്കേഴ്സ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ഇൻലേ ആണ്. അങ്ങനെ ടോട്ടൽ ഡിസൈൻ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയില്ല. നമ്മൾ ഇന്ന് നമ്മൾ ഒരു വളരെ റോഡ് പ്രസൻസ് തരുന്ന, നമ്മൾ എടുത്തു നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് റിനോ ഡസ്റ്റർ. നമുക്ക് ഇവിടെ റിയർ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കാം. അതിൻ്റെ ഒരു അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടച്ചസ് എന്ന് പറയുന്നത് 1 ടച്ച് ആണ്. നമുക്ക് പവർ ടെയിൽ ഗേറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് when it opens, it's a massive 518 liters boot. ആൻഡ് നമുക്ക് ഈ ഒരു പാർസൽ ട്രേ എടുത്ത് മാറ്റുവാണെങ്കിൽ അപ് ടു 700 ആണ് ഡസ്റ്റർ റിനോ പറയുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിലി എടുക്കാനും പറ്റും. പിന്നെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് സ്പെയർ വീൽസ് കൊടുത്തിട്ടില്ല, പങ്ക്ചർ കിറ്റാണ് വരുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ ചിലപ്പോൾ CNG ഒക്കെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CNGയുടെ കിറ്റ് വരുന്നത് അവിടെ ആയിരിക്കും. അതുകൊണ്ടാണ് സ്പെയർ കൊടുക്കാത്തത്. നമുക്ക് എക്സ്ട്രാ ആക്സസറി ആയിട്ട് നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ബാക്കി ലൈറ്റ്സും ഹുക്സും ഒക്കെ അങ്ങനെയുള്ള ക്രീച്ചർ കംഫോർട്ട്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ 1 ടച്ചിൽ ക്ലോസ് ചെയ്യും. അതുപോലെ നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പം നമുക്ക് വേണ്ട ഹൈറ്റിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഫീച്ചറും നമുക്കിത് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ റിനോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ബ്രില്യൻറ്റ്. ഇന്റീരിയറിൽ നമുക്ക് കയറുമ്പോൾ ഫസ്റ്റ് ആ ഒരു കാണുന്നത് ആ ഒരു പവർ ബൾജസ് ആണ്. ഡ്രൈവർ POV ആണിത്. ഈ ഒരു പവർ ബൾജസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വണ്ടി എടുത്ത് ഗോ ടു ദ മൈൽസ് എന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എക്സ്റ്റീരിയറിൽ ഒരു ഡസ്റ്ററിൻ്റെ സെയിം സിലൗട്ടും ആ ഒരു സിമിലാരിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇന്റീരിയറിലോട്ട് വരുമ്പം ആകെ മാറിയിട്ടുണ്ട്. ആ ഒരു മോസ്റ്റ് മോഡേൺ പ്രീമിയം ലുക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് ഈ ഒരു ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെയാണ് ഈ ഒരു അപ്പർ പോർഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതിലൊരു കളർ കോൺട്രാസ്റ്റിംഗ് ആണെങ്കിലും ഒരു ഗ്രീൻ സ്റ്റിച്ചിങ്, എനിക്ക് തോന്നുന്നു ഈ ഒരു ലോഞ്ച് എഡിഷനിലാണ് ഈ ഒരു ഹിമാലയൻ ഗ്രൂവ്സ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്റ്റിച്ചിങ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഡിസൈൻ ഇൻറ്റഗ്രേഷൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു അലൂമിനിയം ഒരു സ്റ്റിച്ചിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഡോർസിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അത് കാണാൻ തന്നെ നല്ല ഒരു എന്താ ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 10.1 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ്. ഗൂഗിൾ പവേർഡ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് സിം ഇടാതെ അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി ഇല്ലാതെ തന്നെ, ഫോൺ കണക്ടിവിറ്റി ഇല്ലാതെ മാപ്സും സ്പോട്ടിഫൈ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടച്ച് സ്ക്രീനാണ്. സോ ദാറ്റ് ഈസ് എ ബ്രില്യൻ മൂവ്. അങ്ങനെ കുറച്ച് സ്മോൾ തിങ്സ് ആഡപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മാസ്മരികത നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ താഴത്തോട്ട് വരുമ്പോൾ ഈ ഒരു കാലത്ത് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് പോയി ഈ ഒരു ഫിസിക്കൽ കൺട്രോൾസ്. നമുക്ക് AC-യുടെ ഒക്കെ ഫിസിക്കൽ കൺട്രോൾസ് അത് കാണാനും ബ്യൂട്ടിഫുൾ ആണ്, ക്വാളിറ്റി ഉണ്ട്, അതുപോലെ ഫങ്ഷണലുമാണ്. ആൻഡ് മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അധികം വണ്ടികളിൽ കാണാത്തൊരു പ്രത്യേകതയാണ് ടു വയർലെസ് ചാർജറാണ് വിത്ത് മാഗ്നറ്റ്സ്. അപ്പോൾ നമുക്കത് നമ്മുടെ ഫോൺസ് അവിടെ വെച്ച് ചെയ്താൽ അത് ചാർജ് ആയിക്കോളും. ആൻഡ് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ഫോൺ അവിടെ സ്റ്റേബിളായിട്ട് ഇരുന്നോളും. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു പാർസൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺസോ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട്. ആൻഡ് ചാർജിങ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ ഗുഡ് ടച്ച്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്മോൾ തിങ്സ് ദാറ്റ് ആഡ് അപ്പ്. ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റിയറിംഗ് ഒരു ഡബിൾ D ഡിസൈനിലുള്ള ഒരു ചങ്കിയർ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. അത് കാണാനും ഭംഗിയാണ്, നല്ല നമുക്ക് പിടിക്കാനും വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ അകത്തും ക്രൂസ് കൺട്രോൾസും അതുപോലെ കോൾ കൺട്രോൾസും മോഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അത് ഞാൻ അധികം വണ്ടിയിൽ കാണാത്ത ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ആ ഒരു എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ
ഫങ്ഷൻ വൈസ് കുറച്ച് നമുക്കൊന്ന് യൂസ് ടു ആകാൻ കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ ഒരു RPM അങ്ങനെയൊക്കെയുള്ള കാര്യം ടാക്കോമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ നമുക്കൊന്ന് ഫിഡിൽ ചെയ്യണം. ഈ ഇവിടെ മോഡ്സ് എടുത്തിട്ടൊന്ന് ഫിഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഗെറ്റ് യൂസ് ടു ആകാനൊരു സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ വൈപ്പേഴ്സിൻ്റെയും ഓട്ടോ ഫങ്ഷൻസും എല്ലാം റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ റിനോയിൽ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ് ഈ സൈഡിൽ എന്താ പറയുക ഓഡിയോ കൺട്രോൾസ് സ്റ്റിയറിങ്ങിൻ്റെ. അപ്പോൾ അതും നമുക്ക് എന്താ പറയുക നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വേറെ എങ്ങും നോക്കണ്ട. നമ്മൾ വൺസ് യൂസ് ടു ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ കൈ റീച്ച് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് വെരി ഗുഡ് തിങ്. നമ്മൾ വേറെ എങ്ങും കാണാത്തൊരു ഫീച്ചർ. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ആ ഒരു എഡാസിൻ്റെ കൺട്രോൾസ് അത് നമ്മൾ അധികം വണ്ടികളിൽ കാണാത്തൊരു സാധനമാണ്. നമുക്കൊരു ഫിസിക്കൽ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൺസ് സ്വിച്ച് ആണ്. അതിൽ നമുക്കത് ഓഫ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചറുണ്ട്. നമുക്ക് സ്ക്രീനിൽ അത് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ മൈ പ്രസോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക ഒരു ഫീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു ഫീച്ചറുണ്ട്. അതൊക്കെയാണ് ഇതിൽ. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർ എന്തുമാത്രം ഡ്രൈവർ ഫോക്കസ്ഡ് ആണെന്നുള്ളതാണ്. ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്ന ഒരു 17 ഡിഗ്രി ചരിവിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രൈവർ ഫോക്കസ്ഡ് ആണ് കംപ്ലീറ്റ്ലി. മിറേഴ്സ് ആണെങ്കിലും ഈ ഒരു കംപ്ലീറ്റ് ഒരു കോക്പിറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അത് വളരെ ഒരു കാണാനും ഭംഗിയാണ്, ഫംഗ്ഷനാണ്. നമ്മുടെ ഹാൻഡ്സിൻ്റെ റീച്ചിലെല്ലാം തന്നെ എക്കണോമിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമുക്കുള്ളത് ഒരു എന്താ പറയുക മാനുവൽ ഗിയർ ഷിഫ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഗിയർ ലിവറാണ്. അത് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഉണ്ട്. ഇവിടെ ആംബ്രസ്റ്റൊക്കെ ചെറിയ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കീ ഒക്കെ വെക്കേണ്ട ചെറിയൊരു പോർഷൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദ സ്റ്റോറേജ്. ഈ ഒരു സ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗൂഗിൾ പവേർഡ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് മാപ്സ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ആണ്. നമുക്ക് ഫോൺ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫോണൊന്നും കണക്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഗൂഗിൾ മാപ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ ആപ്സും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ പ്ലേ സ്റ്റോർ ഉണ്ട്, നമുക്ക് സ്പോട്ടിഫൈ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഇതിലും ഉണ്ട് കേട്ടോ ഈ AC പവറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓട്ടോ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഓട്ടോ ഫംഗ്ഷനിൽ അതിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നത് അതിലും 3 സ്റ്റെപ്സ് ഉണ്ട്. ഫാസ്റ്റ്, സ്ലോ, അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അങ്ങനെ 3 സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് സാധാരണ വണ്ടികൾ നമുക്ക് ഓട്ടോ ചെയ്ത ഒറ്റ ഒരു മോഡിലായിരിക്കും ഓട്ടോ പോകുന്നത്. ഇത് നമുക്ക് അതിൻ്റെ അവിടെയും ഒരു കൺട്രോൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിങ്ക് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡ്യുവൽ ടോൺ ആണ്. അപ്പോൾ അത് സിങ്ക് ആയിട്ട് പോകണമെങ്കിൽ സിങ്ക് ഞെക്കിയാൽ അത് രണ്ടിലും വർക്ക് ചെയ്യാം. സിങ്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് ഇൻഡിവിജ്വൽ കൺട്രോൾ കിട്ടും. പിന്നെ ഇവിടെ ഒരു വെഹിക്കിൾ കൺട്രോൾസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ എയർ ക്വാളിറ്റി, അതുപോലെ മൈ ഡ്രൈവിങ്ങിൻ്റെ നമ്മൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഏത് മോഡാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡ്രൈവിംഗ് അസിസ്റ്റൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എഡാസിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മൈ പ്രസോ എന്ന് പറയുന്ന ഒരു ബട്ടൺ, ഫിസിക്കൽ ബട്ടൺ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാം. നമുക്ക് എന്ത് വേണം, ട്രാക്ഷൻ കൺട്രോൾ, ഇതിൽ എന്തൊക്കെ ചെയ്യണം, ലെയിൻ ഡിപ്പാർച്ചർ നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. പിന്നെ അതുപോലത്തെ വൈബ്രേഷൻസിൻ്റെ ഒരു എന്താ പറയുക മോഡ് എത്ര സെറ്റ് ചെയ്യാം, നമുക്ക് ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സ്റ്റിയറിംഗ് വൈബ്രേഷൻസ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് നമുക്ക് ഇതാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ആക്റ്റീവ് ബ്രേക്കിംഗ് അവിടെ നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു ആക്റ്റീവ് ബ്രേക്കിംഗ് ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഇവിടെ വരണം. അതല്ല, ഈ കോൺഫിഗർ മൈ സേഫ്റ്റി പ്രസോ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ 1 ടച്ചിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ചെയ്യാം. അതാണ് ഇവിടുത്തെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വെരി ഫങ്ഷൻ ആയിട്ടുള്ള വളരെ ടച്ച് സെൻസിറ്റീവ് ഒക്കെ വളരെ നല്ല മികച്ച ഒരു റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണിത്. ഓക്കെ, പിന്നെ നമുക്ക് മേലോട്ട് വരുമ്പോൾ ഇവിടെ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സ് ഉണ്ട്. അതൊക്കെ ഒരു പ്രീമിയം ടച്ചാണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ പവർ, നമ്മുടെ സൺറൂഫിൻ്റെ ബട്ടൺസ് ഇവിടെ വന്നിട്ടുണ്ട്. കർട്ടനും ഗ്ലാസിൻ്റെ ഏരിയയുടെയും വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു പാസഞ്ചർ ബാഗിൻ്റെ ഒരു ലൈറ്റ്, ഇത് ആക്റ്റീവ് ആണോ അല്ലേ എന്നുള്ള ഒരു ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംലെസ് മിററാണ്. നമുക്ക് റിനോയുടെ വണ്ടികളിൽ സാധാരണ കാണുന്നതാണ്. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ് IRVMs ആണ് വന്നേക്കുന്നത്. ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് ആണ്. അതും ഒരു പ്രീമിയം ടച്ച് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു സീറ്റാണ്. സീറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഒരു കൊക്കൂൺ പോലെ നമ്മളെ പറയുക എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല വൈഡറാണ്, അത്യാവശ്യം നല്ല സോഫ്റ്റർ ആണ്. ആൻഡ് ലംബാർ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ 2 സീറ്റിലും ലംബാർ സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ലംബാർ ഈ ഒരു പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ 6-way പവേർഡ് ആണ് ഈ ഒരു ഫ്രണ്ട് സീറ്റ്സ് എന്ന് പറയുന്നത്, വിത്ത് സീറ്റ് വെന്റിലേഷൻ. സ്റ്റിയറിംഗ് ആണെങ്കിലും റാക്ക് ആൻഡ് റീച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ നമുക്കൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി റിയർ സീറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിൽ അത്രയും സ്പേഷ്യസ് നമുക്ക് തോന്നത്തില്ല. നമുക്ക് ഇപ്പോഴുള്ള സെഗ്മെന്റ്സിൽ മറ്റു വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലാണ് കുറച്ച് കുറവ്. 2567 mm ആണെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു വീൽ ബേസ് വരുന്നത്. പിന്നെ ഈ ഒരു ഫ്രണ്ട് സീറ്റ്സ് കുറച്ച് സ്കൂപ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നീ റൂമുക്ക് അത്യാവശ്യം നല്ലത് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതയാണ് ഇവിടെ ഒരു പാനോറമിക് സൺറൂഫ്, അത് വളരെ ലോങ്ങസ്റ്റ് ആണ്. അതുപോലെ ഇങ്ങേ അറ്റം വരെ ഓപ്പൺ ആകും. അപ്പോൾ അതിൻ്റെ ഒരു റൂമിനെസ്, ഒരു എന്താ പറയുക, എയർ ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഈ ഒരു ഡ്രോബാക്ക് നമുക്ക് അത്ര ഇങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. ഇൻക്ലൈൻസ് ഒന്നും ഇല്ല, വേറെ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇൻക്ലൈൻ, ഒറ്റ പൊസിഷനാണ്. എന്നിരുന്നാലും അത് കുറച്ചും കൂടെ ആയാൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സീറ്റിന്റെ കംഫർട്ട് സൂപ്പറാണ്. പിന്നെ ആംബ്രസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്ന ആംബ്രസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഫോൺ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ചൊരു പ്ലാസ്റ്റിക്, കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക്സ് ഒക്കെ തന്നെ വന്നിട്ടുള്ള, സ്ക്രാച്ച് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഫങ്ഷൻസ് ഉണ്ട്, ഫങ്ഷൻ വൈസ് ഓക്കെയാണ്. 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതും 3 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിസ്സിംഗ് ആയിട്ടുള്ളത് ഇതാണ്, നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ കോട്ട് ഹുക്സ് ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ഡാംഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഹാൻഡിലൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ പോലെ തന്നെ റീഡിംഗ് ലൈറ്റ്സ്, ഇവിടെയും ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സൺറൂഫ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ക്രാംഡ് ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും വരുന്നില്ല. പിന്നെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം, എന്നാലും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ലോങ് ജേണിയിലൊക്കെ 2 പേർക്കായിരിക്കും. കാരണം ഈ ഒരു സെൻറ്റർ പോർഷൻ കുറച്ചൊരു അപ്പാണ് മറ്റ് 2 സൈഡ് അപേക്ഷിച്ച്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബാക്ക് സൈഡിലെ പ്രത്യേകതകൾ. നമുക്ക് എഞ്ചിൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിലവിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്, അത് 100 PS അതിൽ 166 Nm വരുന്നതാണ്. പിന്നെ ഏറ്റവും ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1.3 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്, 163 ഹോഴ്സ് പവർ ആണ് ആൻഡ് 280 Nm ഓഫ് ടോക്ക്. സെഗ്മെന്റിൽ മോസ്റ്റ് പവർഫുൾ ആൻഡ് മോസ്റ്റ് ടോക്ക് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതിലും ഒരു പ്ലസന്റ് സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സ്ട്രട്സ് ആണ് ബോണറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഒന്നും തപ്പി നടക്കേണ്ട കാര്യമില്ല. എഞ്ചിൻ കവറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ഓപ്പൺ ആണ്. എങ്കിലും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഞ്ചിൻ നമുക്ക് അവിടെ കാണാം. അതിൻ്റെ എന്താ പറയുക, പവർ ഔട്ട്പുട്ട്, ഡ്രൈവിങ്ങും ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറ്റ്സ് ബ്രില്യൻറ്റ്. ഇനി എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓടിച്ചു നോക്കാം. ഒരു സ്പെഷ്യൽ ഒരു ഹാറ്റ്സ് ഓഫ് റെനോയ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യക്ക് വേണ്ടി അവർ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഡെവലപ്പ് ചെയ്തു. കാരണം ഗ്ലോബലി ഡസ്റ്റർ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് CMF എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഗ്ലോബൽ വണ്ടി വരുന്നത്. നമുക്ക് ഇന്ത്യക്കായി ഒരു RGMP എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞത് ഇന്ത്യക്ക് ഈ ഒരു സൺറൂഫ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആർക്കിടെക്ചർ, നമ്മുടെ ഈ ഒരു ഗൂഗിൾ പവേർഡ് വന്ന ടച്ച് സ്ക്രീനൊക്കെ വന്നപ്പോൾ ഒരു ആർക്കിടെക്ചർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാത്തിനും കൂടി ചേർന്ന് അവർ എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു, RGMP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇനി റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആണ്. ആൻഡ് സ്പീഡ് പിക്കപ്പ് എന്ന് പറയുന്നത് സൂപ്പർബ് ആണ്. ആൻഡ് NVH ലെവൽസ് എന്ന് പറഞ്ഞാൽ വളരെ കൺട്രോൾഡ് ആണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പ് എൻഡിലൊക്കെ ഒരു അക്കൗസ്റ്റിക് വരുന്ന ഒരു വിൻഷീൽഡും ഗ്ലാസ് ഏരിയസ് ഒക്കെയാണ്, വിൻഡോ ഷീൽഡ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺസ് നമ്മൾ വിൻഡോസ് ഒന്ന് പൊക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു നോയ്സ് ലെവൽ റിഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഓ ബോയ്, അതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്, നമുക്ക് ഡസ്റ്റർ അറിയാം, ഗോ വിത്ത് ദ മൈൽസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ പണ്ട് ഡസ്റ്ററിന് ഫാൻ ബേസ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് എത്രയും ദൂരം നമുക്ക് വണ്ടി ഓടിച്ചു പോകാവുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു ഡസ്റ്റർ തരുന്നുണ്ട്. അപ്പോൾ ഇതും ആ ഒരു ഹാൻഡ്ലിങ്ങും, കോർണേഴ്സ് ഒക്കെ ഒരു സ്പീഡ് കോർണറാണ്. നമ്മൾ വരുമ്പോൾ സ്പീഡിൽ ഒരു 3 ഫിഗർ സ്പീഡിലൊക്കെ പോയാലും വണ്ടി സ്റ്റേബിളാണ്, വളരെ സ്റ്റേബിളായിട്ട്. അതിന് ആ ഒരു സസ്പെൻഷൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ആ ട്യൂണിങ്ങിൻ്റെ പ്രത്യേകത കാരണം തന്നെയാണ് ആ ഒരു എന്താ പറയുക ഹാൻഡ്ലിംഗ് അത്ര മികച്ചതായിട്ടിരിക്കുന്നത്. ആൻഡ് ഈസ് ഇറ്റ് ദ ഫൺ ടു ഡ്രൈവ് SUV? ഡെഫിനറ്റ്ലി
യെസ് ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇരിക്കുന്നത് ഒരു വളരെ ഹൈറ്റിലാണ്, നല്ല ഒരു SUV-ക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ഹൈറ്റിലാണ് നമുക്ക് ഇരിക്കുന്നത്. വിസിബിലിറ്റി ആണെങ്കിലും ഗ്ലാസ് ഏരിയ നല്ലതായിട്ടുണ്ട്. പില്ലറൊക്കെ അധികം വിട്ടുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോർണേഴ്സിലൊക്കെ ആണെങ്കിലും വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ബ്രേക്സ് പറയുമ്പം ബ്രേക്സും നല്ല കോൺഫിഡൻറ്റ് തരുന്നുണ്ട്. ആൻഡ് ബാക്കിൽ ഡിസ്ക് ബ്രേക്സ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്, ഡ്രം ബ്രേക്സ് ആണ്. അത് കുഴപ്പമില്ല, കാരണം ആ ഒരു എന്താ പറയുക, ബ്രേക്കിംഗ് പവർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു വളരെ സ്പീഡിലൊക്കെ പോയിട്ടും ഒരു സഡൻ ബ്രേക്ക് ഒക്കെ വരേണ്ട സമയത്തും വണ്ടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി കാര്യങ്ങളും ഒരു 35+ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് റെനോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി കോർണേഴ്സ് ആണെങ്കിലും ഹൈ സ്പീഡ് ആണെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാൻ ഒരു വകുപ്പുണ്ട്. കാരണം ഒരു മലയാളിയാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒരു 2.5 വർഷത്തോളമൊക്കെ വർക്ക് ചെയ്തിട്ട് ആ ഒരു ഫ്രണ്ടിൽ ഒരു മെക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ, അതുപോലെ റിയർ സൈഡിൽ ഒരു ട്വിസ്റ്റ് ബീം സസ്പെൻഷനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ആൻറ്റി റോൾ ബാറും അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു മിസ്സിങ് വരുന്നത്, 2 മിസ്സിങ് ആണ് സ്പെഷ്യലി പഴയ ഡസ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഒന്ന്, ഡീസൽ ഇല്ല. എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡീസൽ ഡസ്റ്റർ ആയിരുന്നു. സെക്കൻഡ് മിസ്സിങ് എന്ന് പറഞ്ഞാൽ 4x4 ആണ്. പക്ഷേ ആ ഒരു 4x4-ന്റെ മിസ്സിങ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരത്തില്ല. കാരണം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഈ സസ്പെൻഷൻ ട്യൂണിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിജിഡിറ്റി, ഒരു 4x4-ന്റെ കുറച്ചൊക്കെ കേപ്പബിലിറ്റി നമുക്ക് ആ ഒരു സ്പെഷ്യൽ സിസ്റ്റംസ് ഇല്ലാതെ തന്നെ കിട്ടുന്ന തരത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ വൺസ് അഗൈൻ ഹാറ്റ്സ് ഓഫ് ടു റെനോ ഫോർ ഡൂയിങ് ദാറ്റ്. സ്മോൾ തിങ്സ് ആഡപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു കാര്യമാണ്. 4 വിൻഡോസും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആൻറ്റി പിഞ്ചും വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം, സാധാരണ നമ്മൾ ഒരു ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഡ്രൈവ് സൈഡിലേക്ക് മാത്രമേ അത് കാണാറുള്ളൂ. അപ്പോൾ ഇതിലത് 4 വിൻഡോയും എന്നത് അതൊരു പ്രീമിയംനെസ് ആണ്. പിന്നെ അതേപോലെ തന്നെ കീ ഫോബിലും നമുക്ക് ഈ വിൻഡോസ് ഡൗൺ ചെയ്യാം. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ഡൗൺ ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ സൺറൂഫും ഈ കീ ഫോബിൽ തന്നെ എന്താ പറയുക, ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഓപ്പൺ ആവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇത് വിൻഡോ ലോക്ക് ചെയ്യുമ്പം അതോടൊപ്പം ഈ സൺറൂഫും ക്ലോസ് ആവും. റെനോ ഇന്ത്യൻ മാർക്കറ്റിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമൊക്കെ വരെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇനി വരുന്ന ഒരു 3-4 വർഷത്തിനുള്ളിൽ ഒരു 7 മോഡൽസ് കൂടി അവർ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു മോഡലിന് അവർ 7 ഇയേഴ്സ് വാറണ്ടി ആണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് എടുക്കാം. നിങ്ങളൊരു എൻതൂസിയാസ്റ്റിക് ഡ്രൈവിംഗ് ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാവുന്ന വണ്ടിയാണ് റെനോ ഡസ്റ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ്.